അവധി ദിവസമായി ഇന്ന് ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചും സ്ഥാനാർത്ഥികൾ പ്രചാരണം നടത്തുന്നുണ്ട്. കോഴിക്കോട് നോർത്ത് മണ്ഡലം LDF സ്ഥാനാർത്ഥി തോട്ടത്തിൽ രവീന്ദ്രൻ വോട്ടേഴ്സിനെ കാണാൻ സെന്റ് ജോസഫ് ദേവാലയത്തിലെത്തി. അദ്ദേഹത്തിനൊപ്പം ദിലീഷ തിലകനുണ്ട്. ദിലീഷ, ഗുഡ് മോർണിംഗ്. തോട്ടത്തിൽ എന്ത് പറയുന്നു? ഗുഡ് മോർണിംഗ് SK. ഞായറാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ ആരാധനാലയങ്ങളിലെല്ലാം നിരവധി വിശ്വാസികൾ എത്തുന്ന ദിവസമാണ്. ഞാനിപ്പോൾ അത് കോഴിക്കോട് സെൻറ്റ് ജോസഫ് പള്ളിയിലാണ്. ഇവിടെ നമുക്ക് കാണാം കുർബാന ചടങ്ങുകളെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ കോഴിക്കോട് നോർത്ത് മണ്ഡലം LDF സ്ഥാനാർത്ഥി തോട്ടത്തിൽ രവീന്ദ്രൻ വിശ്വാസികളെ കാണാനും വോട്ട് അഭ്യർത്ഥിക്കാനും എല്ലാമായിട്ട് എത്തിയിട്ടുണ്ട്. രവീന്ദ്രേട്ടാ, ഇപ്പോൾ ഇന്നലെ പത്രികാ സമർപ്പണം കഴിഞ്ഞു അല്ലേ? നീ എങ്ങനെയാണ് ഓടിയെത്താൻ പറ്റുന്നുണ്ടോ? പരമാവധി പറ്റുന്നിടത്തുള്ള ഓടിയെത്തുക, അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലല്ലോ. ദിവസങ്ങൾ കുറവാണല്ലോ. നമസ്കാരം. പോകുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ എല്ലാവരും കാണാനൊക്കെ പറ്റുന്നുണ്ട്. പരമാവധി വോട്ടർമാരെ കാണുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ ആകുമ്പോൾ ഒരു ഏറ്റവും വലിയ സൗകര്യം സംസാരിക്കാൻ പറ്റും. മറ്റേ ഇപ്പം നമ്മൾ പ്രസംഗിച്ചാൽ ആർക്കും താഴെയിരിക്കുന്നവർക്ക് എന്തെങ്കിലും ഇതാക്കാൻ പറ്റും, എന്തെങ്കിലും സംശയങ്ങളുടെ ദൂരീകരിക്കാൻ പറ്റും. അത് ഇൻറ്റിമസി ഉണ്ടാവും, അതാണ്. മറ്റേ ആകുമ്പോൾ അതുണ്ടാവില്ല. ഇപ്പോൾ നോർത്ത് മണ്ഡലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ LDFും UDFും BJPയും ഒരുപോലെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു മണ്ഡലമാണ്. ത്രികോണ മത്സരമാണ് നടക്കുന്നത്. പ്രതീക്ഷ ഇല്ലാഞ്ഞാൽ ആരും വരൂലല്ലോ, സ്വാഭാവികമല്ലേ. അത്രയേ ഉള്ളൂ. അതിലെന്താ, ആ പ്രതീക്ഷ കൊണ്ടാണല്ലോ എല്ലാവരും വരുന്നത്. അത് ജനങ്ങൾ തീരുമാനിക്കുമല്ലോ എന്താണ്. നമ്മൾ രവീന്ദ്രേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ രവീന്ദ്രേട്ടൻ കടുത്ത വിശ്വാസിയാണ്. അല്ല, വിശ്വാസം ഇല്ലാതെ ഇതിപ്പോൾ ഇവിടെ കണ്ടില്ലേ ഞങ്ങൾ ഇത്രയധികം ആളുകൾ എന്തുകൊണ്ടാണ് വരുന്നത്? വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഏത് വിശ്വാസിയായാലും മതി. തെറ്റാ, ഇനി ഒരാൾക്ക് വിശ്വാസം ഇല്ല അതുകൊണ്ട് കുഴപ്പമില്ല. അത് അയാൾ സ്വന്തം തീരുമാനിക്കുന്ന കാര്യമാണ്, വേറൊരാൾക്ക് ഇടപെടേണ്ട. വിശ്വാസത്തെ സംബന്ധിച്ചൊക്കെ നമ്മുടെ സർക്കാരിൻ്റെ നിലപാട് ഇപ്പോൾ ശബരിമല വിഷയത്തിലൊക്കെ യൂട്ടേൺ അടിച്ച് നിൽക്കുന്ന സമയമാണ്. ശബരിമല വിഷയത്തിൽ ഇപ്പോൾ എടുത്ത തീരുമാനം കറക്റ്റല്ലേ? കാരണം അതാത് ഇപ്പം പള്ളിയിലെ കാര്യം അവരാ തീരുമാനിക്കണം, അല്ല വേറെ എനിക്ക് തീരുമാനിക്കാൻ പാടില്ലല്ലോ. അത് സ്വാഭാവികമല്ലേ. എന്തായാലും വിശ്വാസികളെയൊക്കെ കണ്ട് വോട്ടൊക്കെ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഭാഗമാണ്. ശരിയേ. എന്തായാലും കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലേക്ക് മടങ്ങിയെത്താനുള്ള നീക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.